Good morning to all. Today I am discuss about the topic overheads. ഓവർഹെഡിൻ്റെ മീനിങ് എന്താണെന്നും ഡെഫിനിഷൻ എന്താണെന്നും ആദ്യം നോക്കാം. ഫസ്റ്റ് പോയിന്റ്, എനി കോസ്റ്റ് വിച്ച് cannot be directly charged to a cost center, such cost unit is known as overhead. അതായത് ഒരു കോസ്റ്റ് സെൻറ്ററിലേക്കോ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്കോ ഡയറക്റ്റായി ചാർജ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഡയറക്റ്റായി ചാർജ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓവർഹെഡ് എന്നത് ഒരു ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കോസ്റ്റ് ഇവയെല്ലാം ചേർന്നതിന്, അതായത് ഇതിൻ്റെ എല്ലാം ഒരു ടോട്ടലിനെയാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓവർഹെഡിനെ ഓൺ കോസ്റ്റ് എന്നും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി കോസ്റ്റ് എന്നും നൺ പ്രൊഡക്റ്റീവ് കോസ്റ്റ് എന്നും ചിലപ്പോൾ ബേർഡൻ എന്നെല്ലാം ഇത് അറിയപ്പെടാറുണ്ട്. ദെൻ ഡെഫിനിഷൻ ഓഫ് ദി ഓവർഹെഡ്. According to Blocker and Weltmer, overhead costs are the operating cost of a business enterprise which cannot be traced directly to a particular unit of output. അതായത് ഓവർഹെഡ് കോസ്റ്റ് എന്നത് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് തന്നെയാണ്. ഒരു സ്ഥാപനത്തിലെ പ്രവർത്തന ചെലവ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോസ്റ്റ് തന്നെയാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ യാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെയാണ് കോസ്റ്റ് എന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ നേരിട്ട് ചാർജ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് ഓവർഹെഡ് എന്ന് വിളിക്കുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓവർഹെഡ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓവർഹെഡ് ഈസ് മച്ച് വൈഡർ ദാൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓവർഹെഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ അപേക്ഷിച്ച് കൂടുതൽ വൈഡർ ആയിട്ടുള്ള ഒന്നാണ്. This is because apart from indirect expenses, indirect material and indirect labor also are included in overheads. എന്തുകൊണ്ടാണ് ഓവർഹെഡ് ഈസ് മച്ച് വൈഡർ ദാൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാൻ കാരണം? ബിക്കോസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, ഇൻഡയറക്റ്റ് ലേബർ ഇതെല്ലാം ചേർന്നതാണ് ഓവർഹെഡ്. ഇവയെല്ലാം ഓവർഹെഡിൽ ഉൾപ്പെടുന്നവയാണ്. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നത് ഓവർഹെഡിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ദെൻ ഓവർഹെഡ്സ് ആർ ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് ഓവർഹെഡ് എന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നിവയുടെ എല്ലാം എസ്റ്റിമേറ്റഡ് കോസ്റ്റിനെയാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ആക്ച്വൽ എക്സ്പെൻസസ് ഇൻകർഡ് ഓൺ വേരിയസ് ഐറ്റംസ് വിച്ച് കാനോട്ട് ബി ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്സ്. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ഔട്ട്പുട്ട് യൂണിറ്റുകളുമായി നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയാത്ത വിവിധ ഇനങ്ങളിൽ വരുന്ന ആക്ച്വൽ എക്സ്പെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റെപ്സ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിങ്. ഓവർഹെഡ് അക്കൗണ്ടിന് 5 സ്റ്റെപ്സ് ആണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്, സെക്കൻഡ് വൺ ഈസ് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്, ദെൻ ദ തേർഡ് വൺ ഈസ് അലോക്കേഷൻ ആൻഡ് അപ്പോഷ്മെൻറ്റ് ഓഫ് ഓവർഹെഡ്, ദെൻ ദ ഫോർത്ത് വൺ റീ അപ്പോഷ്മെൻറ്റ് ഓഫ് ഓവർഹെഡ്, ദെൻ ദ ലാസ്റ്റ് വൺ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് 2 സ്റ്റെപ്സ് ആണ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് ആൻഡ് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. ഓവർഹെഡിനെ ഫങ്ഷൻ, എലമെൻറ്റ്സ്, നേച്ചർ, അതുപോലെ തന്നെ കൺട്രോളബിലിറ്റി എന്നിവയുടെ എല്ലാം ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ. ഫങ്ഷൻ്റെ ബേസിസിൽ ഓവർഹെഡിനെ 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫാക്ടറി ഓവർഹെഡ്. എന്താണ് ഫാക്ടറി ഓവർഹെഡ്? പ്രൊഡക്ഷനുമായി കണക്ട് ചെയ്തു വരുന്ന ഓവർഹെഡ്സ് അല്ലെങ്കിൽ ചാർജസ്, ഇതിനെയാണ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതിനെ വർക്ക് ഓവർഹെഡ് എന്ന് പറയുന്നു. എക്സാമ്പിൾ ഫാക്ടറി റെൻറ്റ്, പ്ലാന്റ് ഡിപ്രിസിയേഷൻ, ഫാക്ടറി ഇൻഷുറൻസ് എന്നിവയാണ്. ദെൻ സെക്കൻഡ് വൺ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്.
ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷനെ കണക്ട് ചെയ്ത് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഓഡിറ്റേഴ്സ് ഫീസ് ആൻഡ് ഡയറക്ടേഴ്സ് ഫീസ്. ദെൻ ദ തേർഡ് വൺ സെല്ലിംഗ് ഓവർഹെഡ്സ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി മാർക്കറ്റിൽ സെയിൽ ചെയ്യണം. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി, ഡിമാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇതിന് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയാണ് സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബാഡ് ഡെപ്റ്റ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, സെയിൽസ്മാന് സാലറി, അതുപോലെ തന്നെ കമ്മീഷൻ കൊടുക്കുക, ഇതെല്ലാം ഇതിനൊരു എക്സാമ്പിളാണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ അത് എത്തുന്നത് വരെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അതിന് ചിലവാകുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗോഡൗൺ റെൻറ്റ്, അതുപോലെ തന്നെ ഡെലിവറി വാൻ എക്സ്പെൻസ്, പാക്കേജിംഗ് എക്സ്പെൻസ്, എക്സിട്ര. ദെൻ ദ ലാസ്റ്റ് വൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർഹെഡ്സ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അതിന് കുറച്ച് റിസർച്ചൊക്കെ നടത്തേണ്ടി വരും. അതിനെല്ലാം എടുക്കുന്ന ഇൻഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി എലമെൻറ്റ്സ്. ഫസ്റ്റ് വൺ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് തേർഡ് വൺ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഭാഗമല്ല, എന്നാൽ അവ ഇൻഡയറക്റ്റായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കോള്, ഗ്യാസ്, വാട്ടർ, ഓയിൽ, എക്സിട്ര. ദെൻ സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ലേബർ. എന്താണ് ഇൻഡയറക്റ്റ് ലേബർ? ഇവർ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റായിട്ട് എൻഗേജ് ചെയ്യാത്തവരാണ്. അത്തരത്തിലുള്ള ലേബേഴ്സിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വാച്ച്മാൻ, ക്ലീനേഴ്സ്, ഫോർമാൻ, പിയൂണ്, എക്സിട്ര. ദെൻ ദ തേർഡ് വൺ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്യാത്ത എക്സ്പെൻസുകളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് റെൻറ്റ്, ടാക്സ്, ഇൻഷുറൻസ്, ഡിപ്രിസിയേഷൻ, ഇവയൊക്കെ. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ദ അക്കോർഡിംഗ് ടു ദ നേച്ചറിൻ്റെ ബേസിസിൽ ഓവർ ഹെഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫിക്സഡ് ഓവർ ഹെഡ്സ്, വാരിയബിൾ ഓവർ ഹെഡ്സ്, സെമി വാരിയബിൾ ഓവർ ഹെഡ്സ്. എന്താണ് ഫിക്സഡ് ഓവർ ഹെഡ്സ്? ആക്ടിവിറ്റീസിൻ്റെ ലെവൽ ചേഞ്ച് ആയാലും എപ്പോഴും കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് തന്നെയായിട്ടായിരിക്കും. അതുകൊണ്ടാണ് അതിന് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ചേഞ്ച് ഉണ്ടാവില്ല, കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ലോങ് റണ്ണിൽ ചേഞ്ച് ഉണ്ടാവും. അതെന്തിൻ്റെ ബേസിലാണ് ചേഞ്ച് വരിക? ടൈമിൻ്റെ ബേസിലാണ് ചേഞ്ച് വരിക. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ആകുന്നുണ്ടാവും. അത് വോളിയം ഓഫ് ഔട്ട്പുട്ട് അനുസരിച്ചാണ് ചേഞ്ച് ആകുന്നത്. ദെൻ സെക്കൻഡ് വൺ വാരിയബിൾ ഓവർ ഹെഡ്സ്. വേരിയബിൾ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ചേഞ്ചിനനുസരിച്ച് കോസ്റ്റും ചേഞ്ച് ആവും. അതെങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? ഡയറക്റ്റ്ലിയാണ് ചേഞ്ച് ആവുന്നത്. അത്തരത്തിലുള്ളവയാണ് വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും ഫിക്സഡ് തന്നെയായിരിക്കും, അതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ദെൻ ദ തേർഡ് വൺ സെമി വാരിയബിൾ ഓവർ ഹെഡ്സ്. സെമി വാരിയബിൾ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഭാഗം ഫിക്സഡും കുറച്ച് ഭാഗം വേരിയബിളും ആയിരിക്കും. ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കൺട്രോളബിലിറ്റി. കൺട്രോളബിലിറ്റിയുടെ ബേസിൽ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കൺട്രോളബിൾ ഓവർ ഹെഡ്സും അൺകൺട്രോളബിൾ ഓവർ ഹെഡ്സും. കൺട്രോളബിൾ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓവർ ഹെഡിനെയാണ് കൺട്രോളബിൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അൺകൺട്രോളബിൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഓവർ ഹെഡാണ്. ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ് ആണ്. എന്താണ് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ്? കോഡിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ഈസ് ദ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് നമ്പർ ഓർ സിമ്പൽ ടു ഈച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ഓവർ ഹെഡ് ഫോർ ഈസി ഐഡൻറ്റിഫിക്കേഷൻ. അതായത് ഓരോ ഓവർ ഹെഡിനും നമ്മൾ കോഡ് അല്ലെങ്കിൽ നമ്പർ, സിമ്പൽ ഇതൊക്കെ നൽകുന്നതിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
അതിന് സാധ്യമാണ്. ഇങ്ങനെയുള്ളവയാണ് നമ്മൾ എന്തെന്ന് പറയണത്, ഈ ഒരു പർപ്പസിന് നമ്മൾ എന്തെന്ന് പറയണത്, കോഡിഫിക്കേഷൻ എന്ന് പറയണത്. ഓരോ ഓവർഹെഡിനും നമ്മൾ കോഡ്, നമ്പർ, സിമ്പൽ ഇതൊക്കെ നൽകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, കോഡിഫിക്കേഷൻ എന്ന് പറയാം. ദെൻ കോഡ്സ് ആർ കളക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ആൻഡ് പുട്ട് ദം അണ്ടർ സ്യൂട്ടബിൾ അക്കൗണ്ട് ഹെഡിങ്സ്. ദിസ് ഈസ് നോൺ എസ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ്. ഇനി കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ് എന്താണെന്നാണ് പറയുന്നത്. കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് പല സോഴ്സിൽ നിന്നും എടുത്തിട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ പ്രത്യേക അക്കൗണ്ടിലേക്ക് പ്രത്യേക തരം അക്കൗണ്ടുകളുടെ അണ്ടറിലാക്കണേനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കളക്ഷൻ എന്ന് പറയാം. ഇൻഡയറക്റ്റ് കോസ്റ്റ് പല സോഴ്സിൽ നിന്നും എടുത്തിട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനെന്നിട്ട് എന്ത് ചെയ്യും, പ്രത്യേക അക്കൗണ്ടിൻ്റെ അണ്ടറിലേക്ക് ആക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കളക്ഷൻ എന്ന് പറയുന്നത്. ദെൻ താങ്ക് യു.